ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ 6 വയസ്സിൻ്റെ അല്ല കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ 5 വയസ്സിൻ്റെ ആണല്ലോ കാണിച്ചത്. അപ്പോൾ ഇത് ഞാൻ 6 വയസ്സിൻ്റെ അല്ല കാണിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഓർഡർ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 മാസമായ കുട്ടിയുടെ ഒരു സ്കർട്ട് ടോപ്പോ ഫ്രോക്കോ എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാവും. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ ഉണ്ട് വീഡിയോസ്. അപ്പോൾ എന്നാലും ഞാനിത് എന്തായാലും ഒരു പുതിയ വർക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ നോക്കാം. അപ്പോൾ ഇതുപോലത്തെ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു പ്രിൻ്റ്, അതുപോലെ എടുത്തിട്ടുള്ള പ്രിൻ്റാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു 9 കളേഴ്സ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. 9 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 9 ലൈറ്റ് കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഈ ഒരു അജരക്ക് പ്രിൻ്റ് തന്നെ 8 കളേഴ്സ് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഇപ്പം ഇത് വെച്ചിട്ട് നമ്മൾ സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസ് ഒക്കെ തയ്ച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ മൊമെൻ്റ് ഓർഡർ ചെയ്യലോ ഒരു കോംബോ പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഈ ഒരു പ്രിൻറ്റ്. അപ്പോൾ ഇത് ഞാൻ മോൾക്ക് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് വെച്ചിട്ട് സ്കേർട്ടിലും കൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് ഒരു 3 മാസമായ കുട്ടിക്കുള്ളൊരു ടോപ്പാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഇതിനകത്ത് ഒത്തിരി ഹെവി സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലെ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതുപോലെയാണല്ലോ കിട്ടുക. നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ ബ്ലൗസിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഞാൻ അത് അതേപടി ഇങ്ങനെ എടുത്തു എന്നാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഓപ്പണിംഗ് ഭാഗത്തു നിന്നാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് ഓപ്പണിംഗ് വരുന്ന ഭാഗമാണ്. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ ക്ലോത്ത് വേസ്റ്റ് ഇല്ലാതെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ചില ആളുകൾ കറക്റ്റ് ക്ലോത്ത് എടുത്തിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ നോക്കുന്നുണ്ടാകുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി തുണി വേസ്റ്റ് ഇല്ലാണ്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഇത്തിരി ഭാഗം നമുക്ക് കിട്ടും. ഇവിടെ ഫോൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വീതിക്ക് ആ ക്ലോത്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട രീതിക്ക് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ കുഞ്ഞായതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്കേർട്ട് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ താഴെയായിട്ട് ഞാൻ ഈ ഒരു പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേര് സ്കേർട്ടിൻ്റെ വീഡിയോ ചെയ്യാൻ പറയുന്നു. സ്കേർട്ടിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. 3 വീഡിയോ അങ്ങനെ ഉണ്ട് ഞാൻ സ്കേർട്ടിൻ്റെ ചെയ്തിട്ടുള്ളത്. ഇനി അതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ ഒരു വീഡിയോ കൊണ്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഞാൻ ഫോൾഡ് ചെയ്തിട്ടുള്ള സൈസ് ഒരു 7 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ടു. അപ്പോൾ 7 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ലെങ്ത് നോർമൽ ഒരു ടോപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 11 ഇഞ്ചൊക്കെ മതിയായിരിക്കും കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്. അപ്പോൾ 11 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ചിങ്ങിന് ശേഷമുള്ള അളവാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിനായിട്ട് നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ക്രോപ്പ് ടോപ്പ് പോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ലെങ്ത് കുറവാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ടോട്ടൽ ഇവിടെ ഒരു 11 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിനകത്ത് 1.5 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ്ങിനായിട്ട് പോകുമ്പോൾ ഏകദേശം ഒരു 9 ഇഞ്ച് 9.5 ഇഞ്ചൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് 11 ഇഞ്ചിൽ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ താഴ്വശം ഉണ്ടല്ലോ കുറച്ച് വീതിക്ക് മടക്കണം, എന്നാലാണ് അത് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ലെങ്ത് നല്ലപോലെ കുറയും കേട്ടോ. അപ്പോൾ ക്രോപ്പ് ടോപ്പ് എപ്പോഴും നമ്മൾ ലെങ്ത്തിൽ മടക്കിയെടുക്കണം. താഴ്വശം ലെങ്ത്തിൽ മടക്കിയാലാണ് കേട്ടോ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ലൈനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഷോൾഡറും ആം ഹോളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഹോൾട്ടർ നെക്ക് പോലെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് നോർമലി എടുക്കുന്ന ഷോൾഡർ ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആ സൈസ് ഒന്നും എടുക്കില്ല. സാധാരണ ഒരു ടോപ്പ് തയ്ക്കാനാണെങ്കിൽ നിങ്ങളൊരു 3 ഇഞ്ച് ഷോൾഡർ എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ അതിനകത്ത് വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ അതേ ഷോൾഡർ നമ്മളിവിടെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കാം. നോർമൽ ടോപ്പാണെങ്കിൽ ഈ ഒരു എടുത്തിട്ടുള്ള ഷോൾഡർ ഉണ്ടല്ലോ ഈ 3 ഇഞ്ച് തന്നെയാണ് നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുള്ളൂ. 2.5 ഇഞ്ച് എടുക്കുന്നുണ്ടേ. അതിനുശേഷം ഈ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ ചെസ്റ്റും വേസ്റ്റൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്തുള്ള നെക്കും ഈ ഒരു ഭാഗവും വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താം കേട്ടോ. ഇതിനകത്ത് നെക്ക് നമ്മൾ എടുക്കുന്നത് നെക്കിൻ്റെ വിത്ത് എടുക്കുന്നത് ഒരു 1.5 ഇഞ്ച് നെക്കിൻ്റെ വിത്ത് എടുക്കുന്നുണ്ട്. അതുപോലെ ഇറക്കും സെയിം തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. 1.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പോയിന്റ് നമുക്ക് ഇതുപോലെ സ്ക്വയർ ആക്കി വരച്ചു കൊടുക്കാം.
അതിന് ശേഷം ഇനി നമുക്ക് ആം ഹോളും നെക്കും ആണ്, നെക്കിന്റെ ഷേപ്പും വരയ്ക്കണം. അപ്പൊ അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമ്മളിവിടെ 3 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിന്റെ ഈ 1.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ആം ഹോൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഒരു ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതായത് 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് 1 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ആ ഒരു ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ 3 ഇഞ്ച് ആദ്യം തന്നെ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു അളവ് കറക്റ്റായിട്ട് കിട്ടിയാലാണ് നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടുത്തുനിന്ന് ഇതുപോലെ നെക്കും കൂടെ വരച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. അപ്പോൾ നെക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് വന്നിട്ട് നമുക്ക് വേണ്ടത് 4 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് ചെസ്റ്റ്, അതുപോലെ തന്നെ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ താഴെ നമുക്ക് ഒരു 3.5 ഇഞ്ച് 3.25 ഇഞ്ചൊക്കെ എടുത്താൽ മതിയായിരിക്കും. 3.25 ഇഞ്ച് വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ഇഞ്ച് നമ്മളിവിടെ സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 4 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തിയാലും കുഴപ്പമില്ല. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഷേപ്പ് ഒന്നും വരില്ലല്ലോ. കുഞ്ഞുങ്ങൾക്ക് പൊതുവെ ഷേപ്പ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഷേപ്പിൽ വരച്ചു കൊടുത്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ കുട്ടികൾക്ക്. അപ്പൊ ഇതാണ് അളവ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മള്. ഇതിന്റെ ഈ ഒരു അളവിലൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ, ഷോൾഡറിന്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ സ്പേസേ വരുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഒന്ന് നിവർത്തി നോക്കേ. ഇതുപോലെയാണ് വരിക. ഇനി താഴ്വശം ഉണ്ടല്ലോ, താഴ്വശം നമ്മൾ നല്ല രീതിക്ക് തന്നെ മടക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു 2 ഇഞ്ചോളം നമ്മൾ മടക്കി കൊടുക്കണം. എന്നാലാണ് ഇതിന്റെ കറക്റ്റ് ഭംഗി ഉണ്ടാവുള്ളൂ ഈ ഒരു ടോപ്പ് കാണാനായിട്ട്. അപ്പോൾ അതേ ഫ്രണ്ട് പോർഷൻ ഞാൻ എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം. ബാക്ക് പോർഷൻ എടുത്തിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്ത പോലെ തന്നെ വെച്ചിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ ആം ഹോൾ കുഴിച്ച് വരച്ചിട്ടില്ലേ, ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇത് ഒത്തിരി ഇറക്കി വരയ്ക്കരുത് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ലൈൻ കണക്ട് ആവുന്ന പോലെ കണ്ടോ, ഇതുപോലെ വരച്ചെടുക്കണേ. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് കളയാം. കഴുത്തിലേക്ക് നമ്മളിങ്ങനെ ടൈ വെച്ചിട്ട് കെട്ടുകയാണല്ലോ ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെയാണ് വന്നിട്ടില്ല. അപ്പം ഇതിൻ്റെ കറക്റ്റ് അളവ് അറിയാൻ വേണ്ടിയിട്ട് മേലെ വേണമെങ്കിൽ നമുക്ക് ടോപ്പ് നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ, അറിയാനായിട്ട്. ഇപ്പം 2 സൈഡ് ഒരുപോലെയാണല്ലോ വരിക. അപ്പോൾ കറക്റ്റ് മനസ്സിലാവണില്ലെങ്കിൽ അതൊന്നും നോട്ട് ചെയ്തോളൂ കേട്ടോ ക്ലോത്തിൽ. അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ആയിട്ടുണ്ട് കണ്ടോ. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നെക്കിൻ്റെ ആ ഒരു നമുക്കിവിടെ കെട്ട് വെക്കാനായിട്ടുള്ള സ്ട്രാപ്പും അതുപോലെ തന്നെ ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസുമാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാലൻസ് നിൽക്കുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ ബാക്കിലേക്ക് ഹുക്ക് മറയ്ക്കാനുള്ള പീസും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലേക്ക് ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ടൈക്ക് വേണ്ടിയിട്ടുള്ള 2 പീസും കൂടെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ടൈക്ക് നമ്മൾ ഇച്ചിരി വീതി കുറവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ടൈ ഒത്തിരി കനായി കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ സ്കേർട്ട് പാർട്ടിൽ ഞാൻ ഈ ഒരു പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ സ്റ്റിച്ചിങ് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് നമ്മൾ 2 ടൈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കേ. അപ്പോൾ ഇത് നല്ല കനം കുറവിലാണ് കേട്ടോ നമ്മൾ ടൈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ ബാൻഡിനൊക്കെ മറിച്ചെടുക്കില്ലേ, അതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഫൂട്ട് ഉണ്ടല്ലോ, ഫൂട്ട് മാറ്റിയിട്ട് കൊടുക്കണമെങ്കിൽ മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. ഇത് സിംഗിൾ ഫൂട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല വശം ഉള്ളിലേക്കാക്കി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ 2 പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ,
ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ ജസ്റ്റ് പറയാം കേട്ടോ. ലെങ്ത്ത് ഒരു 16 ഇഞ്ചൊക്കെ എടുത്തോളൂ. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് കെട്ടുന്നതല്ല, അപ്പോൾ കുറച്ച് ലെങ്ത്തിലിരുന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക. ഇത് നല്ല വശമാണ് കേട്ടോ. ഈ ഒരു പോർഷൻ നല്ല വശം മീതേക്ക് ആക്കിയിട്ട് നമ്മുടെ ഫേസിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ടൈ നമുക്ക് ഇവിടെ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലൊക്കെ മുന്നേ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. പറയുന്ന ആളുകളാണെങ്കിൽ കണ്ടുപോരടിക്കേണ്ട, സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. അപ്പോൾ ഇത് ഈ ഒരു ഷോൾഡറിൻ്റെ പോയിന്റിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് ലൈനിങ് ഇതിൻ്റെ മീതെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് കറക്റ്റാക്കി വെക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈനിങ് എടുക്കാം. ഇപ്പോൾ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് നെക്കും ഷോൾഡറും കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മീതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഈ ഒരു പോയിന്റിൽ എത്തിയിട്ട് നമുക്ക് നീഡിൽ കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ചിട്ട് നെക്കിൻ്റെ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെയിം തന്നെ നമ്മൾ ഈ ഒരു പോർഷനിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ, നമ്മൾ ഈ ഒരു പോർഷൻ 2 പോർഷൻ ഉണ്ടല്ലോ, അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ടൈ ഇതിനകത്ത് പെടാതെ നോക്കണം. കാരണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടൈ ചെരിഞ്ഞു പോയാൽ ഈ ഒരു സ്റ്റിച്ചിൽ പെട്ടുപോകും. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടൈ ഒന്ന് നോക്കുക കേട്ടോ, എവിടെ ഇരിക്കണേന്നുള്ളത്. അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം ബാക്കി സ്റ്റിച്ച് കൊടുക്കാനേ. അപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മീതെ ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ എഡ്ജുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. എഡ്ജുകളൊക്കെ കട്ടിങ്സ് ഇട്ട് നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു കട്ടിങ്സ് ഒക്കെ ഇട്ട് കറക്റ്റാക്കി കൊടുത്താലാണ് കേട്ടോ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കില്ലേ, നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കില്ലേ. ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. കുറച്ച് ഡീപ്പായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ സ്റ്റിച്ചിൽ തൊടാതെ നല്ല ഡീപ്പായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാതെ ഇതൊന്ന് മറിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതെല്ലാ ഏജിലും അല്ല, ഒരു 2-3 വയസ്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സെയിം ടോപ്പ് തന്നെ. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഒത്തിരി പ്രാവശ്യമായി ചോദിക്കുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും കാണിച്ചത്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ബാക്ക് പോർഷൻ എടുക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് പോർഷൻ നമുക്ക് ആദ്യം തന്നെ ഒന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുന്നേ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തെറ്റി പോവില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ നല്ല വശം ഇതുപോലെ മീതേക്കാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മേൽവശം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ അധികം വ്യത്യാസമില്ല, ചെറിയൊരു 4 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ, എന്നാലും ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ്റെ നല്ല വശം മീതേക്കാക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾ ഇതുപോലെ ലൈനിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് മറിച്ചിട്ടെടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ടോപ്പിലായിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇത് സെൻറ്റർ മടക്കി കൊടുക്കുന്നുണ്ട്. സെൻറ്റർ മടക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഹുക്ക് വയ്ക്കുന്ന ഭാഗമാണല്ലോ ഇത്. അപ്പോൾ നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊന്നും ഇവിടെ ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് തെന്നി പോവില്ല, നമുക്ക് ആ ഒരു സൈഡ് മാറിപ്പോവില്ല. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ഹുക്ക് വെക്കാനുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഈ ഒരു പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പീസ് നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ 2 പീസും വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് കാണിക്കാത്തത് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. നമ്മളിത് കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഇതിനായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് ഓടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഹുക്ക് നമ്മൾ തുന്നി പിടിപ്പിക്കുന്ന സ്ഥലമാണേ. അപ്പോൾ അതിൻ്റെ നല്ല വശത്ത് ഇതുപോലെ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു എൻഡിലെത്തുമ്പോൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മൾ വെച്ച് കൊടുക്കുന്ന പീസ് അതൊരു 3/4 ഇഞ്ച് കൂടുതൽ നീട്ടത്തിലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ എക്സ്ട്രാ ക്ലോത്ത് ഇതുപോലെ ഉൾവശത്തേക്ക് മറച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഈ ഒരു പോർഷൻ. അതിന് ശേഷം നേരെ ഉൾവശത്തേക്ക് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്താണ് നമ്മൾ ഹുക്ക് ഇവിടെ തുന്നി പിടിപ്പിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഹുക്ക് ഇട്ട് കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ പീസ് എടുക്കാം. അതിൻ്റെ മോശം വശത്ത് ഇതുപോലെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു എൻഡിലെത്തുമ്പോൾ അവിടെ ചെയ്ത പോലെ തന്നെ ഒരു 3/4 ഇഞ്ച് ക്ലോത്ത് നീട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മളിത് വെച്ച് കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, വെച്ച് കൊടുക്കുന്ന ഭാഗം രണ്ടും സെപ്പറേറ്റ് ആണ് മാത്രം. നമ്മൾ ഹുക്ക് തുന്നി പിടിപ്പിക്കുന്ന ഭാഗം വെച്ച് കൊടുക്കുന്നത് നല്ല വശത്തുനിന്ന് മോശം വശത്തേക്കാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ മോശം വശത്തുനിന്ന് നല്ല വശത്തേക്കാണ് കേട്ടോ ഫോൾഡ് ചെയ്യുക. അതാണ് ഇതിനകത്ത് വരുന്ന വ്യത്യാസം. ഇനി നമുക്ക് ഈ ഒരു പീസ് ഈ ഒരു വീതിക്കാനത് ഇതിനകത്ത് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ, ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഇതിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് വേണ്ട ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ആ ഒരു ലെങ്ത്തിലേക്ക് നമുക്കതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ടോപ്പിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു വശം ഉണ്ടല്ലോ, ഈ ഒരു വശത്ത് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വീതിയിൽ തന്നെയാണ് കേട്ടോ ഫോൾഡ് ചെയ്യുന്നത്. കണ്ടോ, കുറച്ച് വീതിയിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അതേ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ബാക്ക് പോർഷൻ സെയിം അളവിൽ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴ്വശം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ അളവ് നോക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ എത്ര ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അളവിൽ തന്നെ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ബാക്ക് പോർഷൻ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ നിവർത്തിയിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ പീസുകളുണ്ടല്ലോ, ആ പീസുകൾ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. സൈഡോ ഒക്കെ അല്ലേ നോക്കണം. അപ്പോൾ നമുക്ക് ഒത്തിരി കമൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഓരോ സൈസിൽ കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, ഓരോ സൈസിലുള്ളത്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു 5 years വരെ എത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ 6 yearsൻ്റെ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 6 വയസ്സിൻ്റെ ആണ് കേട്ടോ. ഫ്രോക്കെങ്കിലും കാണിക്കാൻ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള അളവിൽ നമുക്ക് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്രിന്റ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എടുത്തപ്പോൾ ഉണ്ടല്ലോ കളർ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റിന്റെ ഒക്കെ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ ഇത്. ഇപ്പൊ നല്ല മൂവിങ് ലൈറ്റാണ് എനിക്ക്. ഇതാണ് നമ്മുടെ സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അതിന്റെ ബാക്ക് പോർഷനിൽ നമ്മൾ ചെറിയൊരു ബോയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെയിം കളർ ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ഉണ്ട്. ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം. യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം. അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.